നിങ്ങൾക്ക് നാണമുണ്ട് ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. നല്ലൊരു കാര്യം. അത് ഇതുമായിട്ട് എന്താ ബന്ധം? കഴിഞ്ഞു. മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ നേതൃപ്രതിസന്ധി രൂക്ഷമായി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ജനറൽ മോഡി മീറ്റിംഗ് യോഗം പുതിയ ഭരണസമിതിയെ 3 മാസത്തിനുള്ളിൽ തിരഞ്ഞെടുക്കാൻ ധാരണയിലെത്തിയിരുന്നു. സംഘടനയുമായി സഹകരിക്കാൻ യുവതാരങ്ങളടക്കം പല പ്രമുഖരും താല്പര്യം കാണിക്കാതെ വന്നതോടെ മോഹൻലാൽ കടുത്ത വിഷമത്തിലായിരുന്നു. ചികിത്സയുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിയും യോഗത്തിന് എത്തിയില്ല. പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ തുടങ്ങിയ സിനിമയിൽ മാർക്കറ്റുള്ള നടന്മാർ അമ്മയുമായി സഹകരിക്കാൻ താല്പര്യവും കാണിക്കാറില്ല. യോഗത്തിൽ ഇത്തരത്തിൽ പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് പ്രസിഡന്റായിരുന്ന മോഹൻലാൽ കടുത്ത അസ്വസ്ഥനായിരുന്നു. ഈ അസ്വസ്ഥതയിലും സങ്കടവും ഒരു പൊട്ടിത്തെറിയിലേക്കും വഴിവെച്ചു. ഇതിനിടയിലാണ് നടൻ ബൈജു സന്തോഷ് തന്റെ സ്വതസിദ്ധമായ തിരുവനന്തപുരം ഭാഷാ ശൈലിയിൽ മോഹൻലാലിനെ അല്പം കളിയാക്കിക്കൊണ്ട് സംസാരിച്ചത്. ലാലേട്ടൻ ചുമ്മാ താടിക്ക് കൈയും കൊടുത്ത് ഇരുന്നാൽ മതിയെന്ന് മറ്റു കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ ചെയ്യുമെന്നുമാണ് ബൈജു തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. ഇത് കേട്ട് മോഹൻലാൽ ബൈജുവിനോട് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. ഇരുന്ന സീറ്റിൽ നിന്നും ചാടി എണീറ്റ് മോഹൻലാൽ കടുത്ത ഭാഷയിൽ ബൈജുവിനോട് ദേഷ്യപ്പെടുകയും തന്നെ കളിയാക്കിയെന്ന തോന്നലിലാണ് ലാലേട്ടൻ അങ്ങനെ പൊട്ടിത്തെറിച്ചതെന്നും കാണുന്നവർക്ക് ബൈജുവിനോട് മുൻവിരോധം ഉണ്ടെന്ന വിധത്തിലായിരുന്നു ലാലേട്ടന്റെ ദേഷ്യമെന്നും എന്നാൽ താൻ ലാലേട്ടനെ കളിയാക്കാൻ ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്നും ബൈജു ക്ഷമ ചോദിക്കുകയും ചെയ്തിരുന്നു. ലാലേട്ടന് എന്തു പറ്റിയെന്നാണ് അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും ചോദിച്ചത്. പിന്നീട് എല്ലാവരും ചേർന്ന് ലാലേട്ടനെ ശാന്തനാക്കുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്.